ഗൈസ്, എല്ലാവർക്കും ഗെയിമിംഗ് തമ്പുരാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കേറി ടീച്ചർ ഗെയിം പ്ലേ ആണ്. അപ്പം നമുക്ക് അധികം വൈകാതെ നേരെ ഗെയിം പ്ലേയിലോട്ട് എടുക്കാം. ഫൈൻഡ് മൗസ് ട്രാപ്പ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ ടു ടോർച്ചർ മിസ്റ്റി. ഇവരുടെ പേര് മിസ്റ്റി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ചന്തിക്ക് എലിക്കണി വെച്ച് കൊടുക്കണം. കുഞ്ഞാവൊക്കെ ഉറക്കു വരുന്നുണ്ട്. ഗൈസ്, നമ്മളിനി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണം. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണം. പെണ്ണുമ്പോൾ നമ്മളെ കണ്ടില്ല. അയ്യാ, ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ വരും. ഫൈൻഡ് മൗസ് ട്രാപ്പ് ഇൻ ദ കബോർഡ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അടുത്ത് പോയി ഇതെടുത്ത് ഓക്കെ. എന്നിട്ട് ഓൺ ദ ടേബിൾ, ഇതാണ് ടേബിള്, ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ചൂസ് ന്യൂസ് പേപ്പർ. നമ്മൾ മൂടി വെക്കണം. ഇനി നമ്മൾ ഓടണം പുറത്തേക്ക്. നമുക്ക് ഓടാം. പെൺപിള്ളിൻ്റെ ചന്തി അതിൽ ഇറങ്ങി ബർഗർ ആവുന്നത് നമുക്ക് കാണാം. കൈ ബർഗർ ആയിട്ടുണ്ട്. നമുക്ക് വേറെ പണി നോക്കി പോവാം. ഗസ് ഗൈസ്, അങ്ങനെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെവല്. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങേരുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉപ്പിടണം. ഉപ്പിട്ടിട്ട് അവളെ കയപ്പിച്ച് കൊല്ലണം. ഇതെന്താടെ ഭക്ഷണം? എന്തോ പേപ്പർ ഷീറ്റ് എങ്ങാനും എടുത്തിട്ട് കഴിക്കാൻ പോകുന്നു. ഇവർക്ക് ശരിക്കും പ്രാന്തമല്ലേ പ്രാന്തായിട്ട് അഭിനയിക്കുന്നത്? നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇവിടെ വെച്ചതാണ്. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, യൂസ് ഹാമർ. അതിന് ഹാമറോടെ സ്റ്റോറിൽ ലോങ് പിക്ക് യൂസ്. ഓക്കെ, നമുക്ക് സാൾട്ട് ഉപ്പ് ഇടാം. അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക. അതിൻ്റെ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് കൂട്ടുക? ഓക്കെ, സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. അവിടെ ഉപ്പുണ്ട്, അത് എടുക്കണം. ഉപ്പെടുത്തിട്ട് ഓക്കെ, നമ്മളതിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീടിന് പുറത്തേക്ക് ഓടണം. ഓക്കെ, ഇനി അവൾ ഉപ്പ് തിന്ന് ചാവുന്നത് നമുക്ക് കാണാം. അതാ ഗൈസ്, ഇതാരാ നടന്ന് വരുന്നതെന്ന് കണ്ടോ ഗൈസ്? ഉപ്പ് വെച്ച വെള്ളം അങ്ങനെ കൂച്ചുന്നത് കണ്ടോ? ചങ്ങയുടെ തൊണ്ടയിൽ പോയിട്ട് ഛർദ്ദിച്ചിട്ടു ഗൈസ്. അതൊരു 1.5 ഛർദ്ദിയായിരുന്നു. ടേബിളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അതിന് മോനെ മാജിക്ക്. ഓക്കെ, അടുത്ത ലെവല്. ഓക്കെ, ആഡ് വീണ്ടും. നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഹൊറർ ഷോ കാണാൻ പറ്റൂല. നമ്മളവരെ ഹൊറർ ഷോ കാണാൻ വിടരുത്. അവരെ TV നമ്മൾക്ക് അലകോലാക്കി ഇടണം. ഓക്കെ, ഒരു സോഫയിലേക്ക് നടന്ന് പോകുന്നുണ്ട്. എന്താ മക്കളെ, കൊച്ചു TV ഡോറാണ് ഞാൻ. ഓക്കെ, സെലക്ട് ആൻ എബിലിറ്റി. അതൊന്നും വേണ്ട. ഇതെന്ത് ചെയ്യും? ഇതെന്താ സംഭവം മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് ഡാൻസിങ് ഗ്യാസ് മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഫൈൻഡ് എ ടൂള്. പുള്ളിക്കാരി കൊടുക്കാത്ത ടാങ്ക്സ് ആണ്. സ്റ്റാർസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഹിൻസ് ഹെൽപ്പ് യു ടു ഗെയിൻ സീ. ഓക്കെ, ഇത് ഞെക്കണം. ഓക്കെ, വിത്ത് ക്രോബാർ വെച്ചിട്ടാണ് നമ്മളിത് പൊളിക്കേണ്ടത്. ഒരു എനർജി ഡ്രിങ്കും സ്റ്റാറും ഉണ്ട്. നമുക്കിത് കുടിക്കുക. അത് കുടിച്ചിട്ടുണ്ട് നമ്മൾ. ഹിൻഡ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഗായ്സ്, ഇതാ തക്കുടുമോളവിടെ. അയ്യോ, നമ്മളെ കണ്ട്. ഓടിക്കോ, നമ്മളെ കണ്ട്. ഇവിടുന്ന് ഓടിക്കോ. ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ ഇവിടം വരെ വരാൻ കഴിയൂ. പിന്നെ ഓക്കെ, ക്രോബാർ എടുത്ത് നമുക്കിവിടെ ചന്തിക്കൊരു എറിഞ്ഞു കൊടുത്താലോ? ഇതെന്തെന്നാടെ മോഹിനിയാട്ടം കളിച്ചോണ്ട് പോകുന്നു. ഉള്ളിലേക്കൊന്ന് വേഗം കയറി പോടേ ഗൈസ്. അങ്ങനെ പുള്ളിക്കാരി കയറി പോയിട്ടുണ്ട്. നമുക്ക് ഒച്ചയാക്കാതെ പോയി നോക്കാം. പുള്ളിക്കാരി എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് തലമറങ്ങിയിട്ട് കാണുന്നില്ല. ഓഫീസിൽ പോയി. പുള്ളിക്കാരിക്ക് ജോലിയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ പോലെ ബനയും കൂലി ഇല്ലാണ്ടല്ല. TV കാണുന്നില്ലല്ലോ. അവിടെ ഇരുന്ന് TV എവിടെയാ? TV കാണുന്നില്ല. അതിന് TV ഇവിടെ TV ഇല്ല, ഒരു കിണ്ടിയുമില്ല. അവർ വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടാം. ടി വി ഗെയിം റൂമല്ല.
അയ്യോ അത് അവർ വരുന്നുണ്ട്. നമുക്ക് ടി വി അടിച്ച് പൊട്ടിക്കാൻ പറ്റുമടി. നമുക്ക് ഇവിടുന്ന് പോവാ. ഇവരിത് എങ്ങോട്ടാടി വരുന്നേ? ഗൈസ് നമ്മളിങ്ങനെ ടി വി കണ്ടുപിടിച്ചു. നമ്മളിത് തല്ലി പൊട്ടിച്ചു. അയ്യോ ഇവിടുന്ന് ഓടിക്കോ. ഇപ്പോൾ പെണ്ണുപിള്ള വരും. നമുക്ക് നേരെ ഓടാം. അവർ ടി വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ റൺ ബിഫോർ ടീച്ചർ ക്യാച്ചസ് യു. നമ്മൾ ഓടിപ്പോയിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ വീടെല്ലാം ഫുൾ ആകാശത്തിലായി. നോക്കിക്കേ, പുള്ളിക്കാരി എങ്ങോട്ടോ കാര്യമായിട്ട് പോകുന്നുണ്ട്. എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. വയറൊക്കെ കുലുക്കി നടക്കുന്നുണ്ട്. ടി വി കാണാൻ പോകുന്നതാണ്. മോളെ സാന്ത്വനം തുടങ്ങാറായി, പോയി കണ്ടോ. പുള്ളിക്കാരി വലിയ കാര്യത്തിൽ പോയിട്ടുണ്ട്. ഓക്കെ നമ്മൾ വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ പുള്ളിക്കാരി അവിടെ പോകുന്നു. പാവം പുള്ളിക്കാരിക്ക് സങ്കടമായി. ഓക്കെ നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോകും. ഗൈസ് ചങ്ങായി പറയുന്നത് നമുക്ക് ഇവരെ ഡ്രസ്സ് ഇതാക്കണം എന്നാണ്, റേഞ്ച് ചെയ്യണം എന്നാണ്. ഇവരേതോ പാർട്ടിക്ക് പോകുന്നുണ്ട്. നമ്മുടെ സമാധാനം കളഞ്ഞിട്ട് പാർട്ടിക്ക് പോകുന്നു. ഡ്രാക്കുള്ളയോ? ഗൈസ് നമ്മളപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് എ ടൂൾ. ഓക്കെ ഫൈൻഡ് ടാർഗറ്റിലേക്ക് പോകാനുള്ള പാത്ത്. ഓക്കെ നമുക്കൊരു ടൂള് കണ്ടുപിടിക്കണം. അവിടെയാണ് ടൂളുള്ളത്. പുള്ളിക്കാർ അടുക്കളയിലുള്ളത്. നമുക്ക് നൈസായിട്ട് ഒരു ടൂൾ എടുക്കാം. ഓക്കെ ടൂൾ എടുത്തു. അയ്യോ അതിന് നമുക്ക് ഡ്രസ്സ് കണ്ടുപിടിക്കണം. ഡ്രസ്സ് എവിടെയുള്ളത്? എൻ്റെ ഡ്രസ്സ് കണ്ടുപിടിക്കണം. ഏസി ഇവിടെ ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട്, അതെടുത്തേക്കാം. ഇനി അത് കൂച്ചാ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മനസ്സ് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. ഇങ്ങോട്ടോ കാര്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ വരുന്നത് പുറത്തേക്കാണെന്ന് തോന്നല്ലോ. അയ്യോ നമ്മളെ കണ്ടില്ല. നമുക്കിവിടെ ഇറങ്ങി നമ്മളെ കണ്ടില്ല. നമ്മളെ നോക്കി നിൽക്കാന്ന്. അയ്യോടാ പാവം തോറ്റുപോയി. കാശ് നമ്മൾ റൂം കണ്ടുപിടിച്ചു. നമ്മൾ റൂമിലെ ലക്ഷ്യം വൈക്കൊണ്ട് ഓടുന്നതാണ്. ഇനിയിപ്പോൾ പുള്ളിക്കാരി വായിക്കുന്നത് നമുക്ക് വേറെ പോയിട്ട് ഡ്രസ്സ് എവിടെ? പുള്ളിക്കാരി നമുക്ക് എവിടുന്ന വരുന്നത് നോക്കാം. അത് അവിടെ നിന്നാണ് വരുന്നത്. നമുക്കപ്പോൾ ഇപ്പുറത്തെ അതാ നമ്മളെ കണ്ടു. അയ്യോ വിട്ടോടോ, ഓടിക്കോ. നമ്മളെ കണ്ടു. അതാ നമ്മളെ പായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അവൾ പനിഷ് ചെയ്യും പോലും. എന്നാ ഒന്ന് കാണിച്ചു തരണല്ലോ, ഒന്ന് കാണണല്ലോ. പുള്ളിക്കാരി നൈസായിട്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് പുള്ളിക്കാരുടെ ഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് മുറിക്കാം. ഇവിടെ എവിടെയാണ് ഡ്രസ്സുള്ളത്? ഈ കബോർഡിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതുണ്ട്. നമുക്ക് പോയിട്ട് മുറിക്കാം. നമുക്ക് ഇവിടുന്ന് ഓടാം. നമ്മളിവിടുന്ന് ഓടുന്നു. പുള്ളിക്കാരി ഡ്രസ്സ് എടുക്കുന്നു. നമ്മൾ ആ ഡ്രസ്സ് മുറിച്ചിട്ടുണ്ട്. അയ്യോ നമ്മളെ കണ്ടാൽ പണി പാളും. ഓക്കെ എൻ്റെ മോനെ റൺ ബിഫോർ മിസ് ടി ക്യാച്ചസ് യു. അവൾ എന്നെ പിടിക്കാനും പോകുന്നില്ല, ആ ഡ്രസ്സ് ഇടാനും പോകുന്നില്ല. ഗൈസ് പുള്ളിക്കാരിയുടെ ഡ്രസ്സ് പോയിട്ട് കരയിലാണ്. പക്ഷേ ഞാനിനി 2 ലെവലും കൂടിയേ കളിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പാർട്ടിയിലായിരിക്കും ഇത് കളിക്കുക. പ്ലേസ് എ പിന്നോ സോഫ സോ ദാറ്റ് ഇറ്റ് പിക്ചേഴ്സ്. അവരുടെ അന്ധകടാസത്തിൽ പിന്നു കുത്തി കയറ്റണം. ചായ എടുത്ത് ഇങ്ങനെ ഒഴിച്ചാലോ അതിന്. ഓക്കെ നമുക്ക് പിന്നെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വേർ ഇസ് ദ പിൻ? അതാ പിന്നെ ഇവിടെ. നമുക്ക് ഹിന്ദി നോക്കാം. അയ്യോ നമ്മൾ നൈസായി ചമ്മിയിട്ടുണ്ട്. വേർ ഇസ് ദ പിൻ? ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് ജനലിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കാം. എങ്ങാനും ചിലപ്പോൾ കിട്ടിയാലോ. ബേസ് ഈ ടി വി വീണ്ടും ആരോ ശരിയാക്കി. നമ്മൾ നേരത്തെ തല്ലി പൊട്ടിച്ചതാണ്. വീണ്ടും അതാരോ ശരിയാക്കി. ഞാൻ ശരിയാക്കിയാണെങ്കിൽ നമുക്ക് തല്ലി പൊട്ടിക്കണം. ഓക്കെ ഇവിടെ ഒന്നുമില്ല. വേർ ഇസ് ദ പിൻ? ഈ പെണ്ണ് എവിടെ? പിന്നെ എവിടെ? അതാ അയാൾ കണ്ടാൽ നമുക്കിത് കിട്ടും. പക്ഷെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നേരെ പോയിട്ട് സോഫയിൽ വെക്കണം തോന്നുന്നു. അതായിരിക്കും നമ്മുടെ പരിപാടി. ശിവര് പുറത്തേക്ക് വരുന്നുണ്ട്. അതാ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് സോഫയിൽ വെക്കാം. അതല്ല ഫൈൻഡ് ദ പിൻ. ഓക്കെ കവർ ദ പിൻ വിത്ത്. അത് അടുത്തൂടെ മറ്റേ സാമാനം കൊടുത്തു.
ഒരു സാധനം വെച്ചിട്ടില്ലായിരുന്നോ? അവരാണ് കാത്തോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവിടെ ഞാനൊരു സാധനം വെച്ചേത്തടാ. അയ്യേ, പിന്നുണ്ടായിരുന്നോ? ആ ചെങ്ങായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മളെ കണ്ട കതച്ചോണ്ട് ഓടി വരും. അതാ ഗൈസ്, ജസ്റ്റ് മിസ്സാണ്. ഒരടി നമ്മൾ ഗൈസ് ഇത്തവണ നമ്മൾ ചാവൂല എന്ന് പറയാ. നമ്മൾ ചെങ്ങായിൻ്റെ ചന്തയിൽ സേഫ്റ്റി പിന്നെ കുത്തിക്കയറ്റും. അയ്യോ ലോക്കുണ്ട്. അയ്യോ ലോക്കിക്കോ ഹാമറോ നമ്മൾ കണ്ടുപിടിക്കണം. അയ്യയ്യേ, അതിപ്പോൾ ഒരുമാതിരി എരണം കെട്ട പണിയായല്ലോ. ഹാമറും കാണുന്നില്ല, ഒരു കുന്തവും കാണുന്നില്ല എവിടെയൊന്നും. അതാ ഹാമർ, ദാണ്ട ഹാമർ നമ്മളത് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ലോക്ക് കുത്തി പൊളിക്കാം. ഇവരിതെവിടെയാണ് പോയേ? ഇവർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മച്ചി സുഖമാണോ? ഓക്കെ, നമ്മൾ ഇങ്ങനെ ലോക്ക് ഓട്ടിച്ചിട്ടുണ്ട്. ഇവർ എങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, പുള്ളിക്കാരി ഉണ്ടല്ലോ മേലോട്ടേക്ക് കയറി പോയിട്ടുണ്ട്. അവിടെ പോയി മാഞ്ഞു പോയി. നമുക്ക് നേരെ പോയിട്ട് നമുക്ക് പിന്നെ കുത്തിക്കയറ്റേണ്ട ഏർപ്പാടുകൾ നോക്കാം. ഇവർ ടി വി കാണാനാന്ന് തോന്നുന്നു പോയത്. എന്തോ ഇതിനു വേണ്ടി പോയതാണ്. മുടിയിക്കാൻ പോയതാണ്. ഓക്കെ, കവർ ദ പിന്റ് ഇത്. ഓക്കെ, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുത്തെ സ്ഥലം വിടാം. ഇത്തവണ അവരുടെ ചന്തി കുത്തി കയറുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഇപ്പം പുള്ളിക്കാരി ഉണ്ടല്ലോ സോഫയിലോട്ട് ഇരിക്കാൻ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സീൻ വരും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തുക. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അപ്പം പുതിയൊരു കിട്ടിലും വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.